അവർ എവിടെയാണ് താമസിച്ചത്. മുമ്പിലത്തെ അതേ സെൻറ്റൻസുകൾ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ നോക്കാം. കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ വേണ്ട. താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ പറയുന്നില്ല, താമസിച്ചത് എന്നേ പറയുന്നുള്ളൂ. അവർ എവിടെയാണ് പോയത്. അവർ എവിടെയാണ് പോയത്. വെയർ ഡിഡ് ദേ ഗോ. ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവർ പോയി എന്നാണെങ്കിൽ ദേ വെൻറ്റ് എന്നായിരുന്നു. അവർ പോയോ എന്നുള്ളത് ഡിഡ് ദേ ഗോ എന്നായിരുന്നു. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എവിടെയാണ് അവർ പോയതെന്നായപ്പോൾ വെയർ ഡിഡ് ദേ ഗോ എന്നായി. നീ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നത്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്ന ദിവസം അവൻ വന്ന കാര്യം പറയുമായിരിക്കും, പഴയ കാര്യം പറയും. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നല്ല, എവിടെ നിന്നാണ് അന്ന് വന്നതെന്നുള്ള രീതി. വെയർ ഡിഡ് യു കം ഫ്രം, അല്ലെങ്കിൽ വെയർ ഡു യു കം ഫ്രം, അല്ലെങ്കിൽ വെയർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, വേറെ എവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെയർ ഡിഡ് യു വർക്ക്. മനസ്സിലായില്ലേ? വെയർ ഡു യു വർക്ക് അല്ല, അല്ലെങ്കിൽ വെയർ ആർ യു വർക്കിംഗ് അല്ല, വെയർ ഡിഡ് യു വർക്ക്. അവൻ എവിടെയാണ് പഠിച്ചത്. പഠനം കഴിഞ്ഞു പോന്നു. വെയർ ഡിഡ് ഹീ സ്റ്റഡി. ഇവിടെ ഡസ് ഒന്നും വരുന്നില്ല, കാരണം പാസ്റ്റ് ടെൻസിന് എല്ലാവർക്കും ഡിഡ് തന്നെ മതി. അവൻ എവിടെയാണ് വരച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെയർ ഡിഡ് ഹി ഡ്രോ. അല്ലേ? സിമ്പിളാണ്. വെയർ ഡിഡ് ഹി ഡ്രോ. അവൾ എവിടെയാണ് ഗുളിക വെച്ചത്. ഗുളിക വെക്കുക, കീപ് ദ ടാബ്ലറ്റ്. വെയർ ഡിഡ് ഷീ കീപ് ദ ടാബ്ലറ്റ്. വെയർ ഡിഡ് ഷീ കീപ് ദ ടാബ്ലറ്റ്. അവൾ എവിടെ വെച്ചാണ് നിന്നെ കണ്ടത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണുക, മീറ്റ് ആണെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. വെയർ ഡിഡ് ഷീ മീറ്റ് യു ഫ്രം. എവിടെ നിന്ന് എന്നുള്ളതുകൊണ്ടാണ് ഈ ഫ്രം വരുന്നതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എവിടെ നിന്നാണ് കഴിച്ചത്. എവിടെ നിന്നാണ് കഴിച്ചതെന്നുള്ളത് ഞാൻ കൊളോക്കിയലായിട്ട് പറയുന്നതേ ഉള്ളൂ. വെയർ ഡിഡ് വി ഈറ്റ് ഫ്രം. നമ്മൾ എവിടെ നിന്നാണ് കഴിച്ചത്. വെയർ ഡിഡ് വി ഈറ്റ് ഫ്രം. നമ്മൾ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്. ട്രൈ ചെയ്ത് നോക്കൂ. വെയർ ഡിഡ് വി പ്രേ ഫ്രം. ഇവിടെ നിന്ന് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഫ്രം വന്നിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അവർ എവിടെയാണ് താമസിച്ചത്. വെയർ ഡിഡ് ദേ സ്റ്റേ.